ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂർ ആസാദ് സിൽക്സ് മലയാളത്തിന്റെ സ്വന്തം നാടായ തിരൂരിന്റെ മണ്ണിൽ പട്ടുകൊണ്ട് ഹൃദയം കവർന്ന് 9 വർഷം പിന്നിടുകയാണ്. പ്രിയ കസ്റ്റമേഴ്സിന് വ്യത്യസ്തങ്ങളായ ഷോപ്പിംഗ് അനുഭവങ്ങളാണ് ആസാദ് സിൽക്സ് ഒരുക്കാറുള്ളത്. മദേഴ്സ് ഡേ ദിനത്തിന്റെ ഭാഗമായി അമ്മമാരെ ആദരിക്കലും അവരുമായി ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്തും ചടങ്ങിന് തുടക്കം കുറിച്ചു. ആസാദ് സിൽക്സ് മാനേജർ VP ഹാരിസ് അമ്മമാരുടെ മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. ആസാദ് സിൽക്സ് തിരൂര് 9 വർഷക്കാലമായി തിരൂരിന്റെ മണ്ണിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവങ്ങൾ കസ്റ്റമേഴ്സിന് കാഴ്ചവെച്ചുകൊണ്ട് 9 വർഷക്കാലം മലയാളത്തിന്റെ സ്വന്തം നാടായ തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. വ്യത്യസ്തമായ പല മേഖലയിലും ഒരു ഷോപ്പിംഗ് അനുഭവം മാത്രമല്ലാതെ ആസാദ് സിൽക്സ് 9 വർഷക്കാലം കൊണ്ട് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വലിയ സംഭവവികാസങ്ങൾ തന്നെയാണ്. ഏത് കാലത്തായാലും ഒരു ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്യാതെ ആസാദ് സിൽക്സ് അതിൻ്റെ മാനേജ്മെന്റ് കഴിഞ്ഞ പ്രളയകാലമായാലും കോവിഡ് കാലമായാലും ആ കാലത്തെല്ലാം ഉപഭോക്താക്കളെ എങ്ങനെ സേവിക്കണമെന്നുള്ള പല രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ സീസണുകളിൽ വ്യത്യസ്തമായ പാക്കേജുകൾ നൽകിക്കൊണ്ടും ആണ് ആസാദ് സിൽക്സ് 9 വർഷക്കാലം തിരൂരിന്റെ മണ്ണിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇന്നത്തെ ഡേ, മദേഴ്സ് ഡേ ആണെന്ന്. മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ജീവിതത്തിൽ അമ്മ അല്ലെങ്കിൽ ഉമ്മ, എല്ലാവർക്കും ഏറ്റവും വലുത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഉമ്മയാണ് അല്ല അമ്മയാണ് എന്ന് പറയാനുള്ള എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇന്നത്തെ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള വൃദ്ധസദനങ്ങൾ, അതിലുള്ള അമ്മമാരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മക്കളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള മനസ്സ് അവർക്കുണ്ടാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു മെസ്സേജ് എല്ലാവരും നിങ്ങളുടെ ആരൊക്കെയുണ്ടോ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കിയിട്ടുള്ള അമ്മമാരെ തിരിച്ചു കൊണ്ടുപോകാൻ ഇന്നത്തെ ഒരു പ്രയത്നമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ചടങ്ങിൽ ഡയറക്ടർ ഷാക്കിർ, അക്കൗണ്ടന്റ് ബോബി അനിൽ, HR മാനേജർ റാഷിദ്, പർച്ചേസർ അൻസാർ, മറ്റു ആസാദ് ടീം അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂർ.